ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ ഒരു ഉള്ളി വെച്ചിട്ട് നമുക്ക് എങ്ങനെ കൊതുകിനെ ഓടിക്കാം എന്നതിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉള്ളി വെച്ചിട്ട് തന്നെ ചന്ദനത്തിരിയുടെ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാണ്ട് ചന്ദനത്തിരിയുടെ സ്മെല്ല്, അതുപോലെ ഈ മാരകമായിട്ടുള്ള നമ്മുടെ കൊതുക് തിരി അല്ലെങ്കിൽ ഗുഡ് നൈറ്റ് അതുപോലെയുള്ള അത്തരം സ്മെല്ലൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് നാച്ചുറലായിട്ട് നമുക്ക് കൊതുകിനെ ഓടിക്കാനുള്ള ടിപ്പായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനായി ഞാൻ ഈ ഉള്ളിയുടെ ഈ തൊലി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉള്ളിയുടെ തൊലി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് ആവശ്യം വരുന്നത് ഈ ഒരു റൗണ്ടിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ ഉൾഭാഗം നമുക്കൊന്ന് കുഴിച്ചെടുക്കാനാണ് വേണ്ടിയത്. ഒരു കുഴിഞ്ഞ് പോലെ എടുക്കുകയാണ് വേണ്ടിയത്. അപ്പോൾ നമുക്കിത് കത്തി വെച്ചിട്ട് ഈ ഒരു സെൻറ്റർ ഭാഗം നമുക്കൊന്ന് കുഴിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാനിത് ഇതിൻ്റെ ഈ ഒരു സെൻറ്റർ ഭാഗം ഞാൻ കുഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് കുറച്ച് പട്ടയുടെ പൊടിയാണ് കേട്ടോ. കുറച്ച് പട്ടയുടെ പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പട്ടയുടെ പൊടി ഇട്ടെടുത്തിട്ടുണ്ടെങ്കിൽ അടുത്തതായി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതിയിട്ടല്ല, വളരെ കുറച്ച് മതി. ഈ ഒരു അളവിൽ മതി കേട്ടോ. ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് കുറച്ച് കടുക്കെണ്ണ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. കടുക്കെണ്ണ ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് കയ്യിലുള്ള എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു തിരി പോലെ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. ഒരു കഷ്ണം തുണി എടുത്തിട്ട് ഇതുപോലെ തിരി പോലെ നമുക്ക് ഉണ്ടാക്കിയെടുത്തിട്ട് ഇതിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് നമ്മൾ കത്തിച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് കൊതുകിൻ്റെ ആ ഒരു ശല്യം, പ്രത്യേകിച്ച് സന്ധ്യാസമയങ്ങളിൽ ഉണ്ടാകുന്ന കൊതുകിൻ്റെ ആ ശല്യത്തിൽ ഇത് നമുക്ക് മോചനം കിട്ടും കേട്ടോ. നമുക്ക് തീർച്ചയായും ഇത് സന്ധ്യാസമയങ്ങളിലൊക്കെ നമ്മുടെ വീടിൻ്റെ കോലായിലൊക്കെ കൊണ്ടുവന്ന് വെക്കുക. ഇത് പുകയുന്ന സമയത്ത് ആ ഒരു സ്മെല്ല് നന്നായി ഒന്ന് പരക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും കൊതുകിൽ നിന്ന് നമുക്ക് ഒരു ആശ്വാസം കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നാച്ചുറലായിട്ട് ഇത് ട്രൈ ചെയ്യുക. കടുക്കെണ്ണ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും മസ്റ്റ്, അല്ലെങ്കിൽ മാത്രം എള്ളെണ്ണ എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കുറച്ച് പട്ടയുടെ പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി, കുറച്ച് എണ്ണ മാത്രം മതി കേട്ടോ. ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കാം. വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും ബൈ.